ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ തരാം. വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഈയിടെ എടുത്തു കഴിഞ്ഞല്ലേ. അപ്പോൾ ചിലവർ പറയുന്നുണ്ടായിരുന്നു വീഡിയോ ലെങ്തി ആണ് എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ പേരെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷോർട്ടായിരിക്കും കേട്ടോ. നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഒരു കമൻറ്റ്, സ്കാൽപ്പിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതുണ്ട്. ഇപ്പോൾ ലൈവ് ചാർട്ടെല്ലാം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം അത്ര ഇതില്ലെന്ന് തോന്നുന്നു. എനിവേ നോക്കട്ടെ എങ്ങനെയാണ് ഇതൊക്കെ നോക്കട്ടെ കേട്ടോ. ട്രേഡിങ്ങിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അറിയാലോ, ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ച് അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രോഫിറ്റ് എടുക്കുക, റിസ്ക് റിവാർഡ് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ അത് നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും ആ സമയത്ത്. പണ്ട് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അത് ഭയങ്കര റെസ്ട്രിക്ഷൻ വന്നു. അതുകൊണ്ടാണ് അതുപോലത്തെ ഉള്ളത് ചെയ്യാത്തത് കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. സമയം തരണം. ലീഗലി പ്രശ്നമുള്ളതാണെങ്കിൽ ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യാം. ഇനി അടുത്തത്, ടാറ്റ IT മ്യൂച്വൽ ഫണ്ട് കമ്മിങ് ലോസ് ഇറ്റ് റീച്ച് ബിഫോർ 26%, എനി ചാൻസ് ടു റിക്കവർ. അതിപ്പോൾ ടാറ്റയുടെ ഫണ്ടിന് മാത്രമുള്ള കുഴപ്പമല്ല, ICICIയുടെയും ഫണ്ടിനും ഒക്കെ ഈ പ്രശ്നമുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല, ആ ഇൻഡെക്സിൻ്റെ കുഴപ്പമാണ്. എനിക്ക് തോന്നുന്നു ബെറ്റർ ടു അവോയ്ഡ് IT സെക്ടർ എന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ അവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പാനിക്കായിട്ട് പലരും വിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത്രയും ഇടിഞ്ഞതിന് ശേഷമല്ല വിൽക്കേണ്ടത്. ഇടിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് പ്രോഫിറ്റിലേക്ക് കയറട്ടെ. ഇന്നും ഒക്കെ റിക്കവറിയാണ്. ITVs ഒക്കെ ഇന്ന് 1.5% അപ്പാണ്. ഇന്നലെയും അപ്പാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഇവിടെ നിന്ന് അങ്ങ് കയറി അങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഭയങ്കര ഫ്ലറിഷായിട്ട് ഈ സെക്ടർ പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഗ്രാജുവലി ഒഴിവാക്കണം. പിന്നെ ഒരു സാധനം നമ്മൾ ഒഴിവാക്കേണ്ടത് അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുമ്പോഴല്ല. കുറേയൊക്കെ റിക്കവറിയൊക്കെ ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പോൾ ഗ്രാജുവലിയൊക്കെ ഒഴിവാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതിൽ തന്നെ കടിച്ച് തൂങ്ങി കിടക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നോക്കട്ടെ കമൻറ്റിൽ വരുമ്പോൾ. ഇതും അത് തന്നെയാണ് കമൻറ്റ് കേട്ടോ. ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് ലോസിലാണ്, ഹോൾഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, എൻ്റെ കയ്യിൽ ഈ ഫണ്ടുണ്ട്, ICICIയുടെ ഉണ്ട്. അതാണ് അത് രണ്ടും ഞാൻ എടുത്തു പറഞ്ഞത്. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ. പ്രോഫിറ്റ് വരും, ലോസ് വരും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പ്രോഫിറ്റിലുണ്ട്. ടാറ്റയുടെ പ്രോഫിറ്റിലാന്ന് തോന്നുന്നു ചെറിയ. അപ്പോൾ ഞാനത് ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന രീതിയിൽ ഒഴിവാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത്, ഗോൾഡ് താഴേക്ക് പോയപ്പോൾ വിൽക്കേണ്ടി വന്നു. അപ്പോൾ നല്ല പ്രോഫിറ്റിലാണ് കൊടുത്തത്. എന്നാലും ഗോൾഡിലും സിൽവറിലും ഒക്കെ SIP ഇപ്പോഴും പോകുന്നുണ്ട്. കാരണം അതിലൊക്കെ SIP ആണ് ബെറ്റർ. അപ്പോൾ ഡെഡായിട്ടുള്ള ഫണ്ടിൽ പൈസ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ഈ ഗോൾഡ് വിറ്റത് കൊണ്ട് എനിക്ക് പ്രോഫിറ്റ് കുറച്ചുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഹാർവെസ്റ്റ് ചെയ്യണം. അതായത് ലോസിലുള്ള സാധനം വിറ്റിട്ട് വിൽക്കുമ്പം നമ്മളത് കുറഞ്ഞ് ടാക്സ് കൊടുത്താൽ മതിയല്ലോ. അതിനാണ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാനിവിടെ പ്രോഫിറ്റ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ശരിക്കും അത് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ലോസിലുള്ള സാധനം വിൽക്കുന്നു, ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ നമ്മൾ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. ഈ വിറ്റത് നമ്മൾ മറ്റൊരു എമർജിങ് തീമിലേക്കോ അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് വിറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ടാറ്റയുടെ അല്ലെങ്കിൽ IT ആണ് വിൽക്കുന്നതെങ്കിൽ ആ ഒരു ഇത് ചെയ്യേണ്ടതില്ല കേട്ടോ. തൽക്കാലം ഈ ഒരു സെക്ടറിൽ നിന്ന് മാറി നിൽക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട സെക്ടറുകൾ, ഒന്ന് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, മെറ്റലും എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൂപ്പർ മ്യൂച്വൽ ഫണ്ടുണ്ട്. ഞാൻ പേര് ഓർക്കുന്നില്ല, പക്ഷേ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് പറയാം ഏതാണെന്നുള്ളത്. പിന്നെ നോക്കേണ്ട ഫാർമയിൽ കുറച്ച് ക്ഷീണവും കാര്യങ്ങളും ആയിരുന്നല്ലോ. അപ്പോൾ ഹോസ്പിറ്റൽ സെക്ടറെല്ലാം കയറി വരുന്നത് കാണുന്നുണ്ട്. പിന്നെ എനർജി അത് കയറി വരുന്നത് കാണുന്നുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ സെക്ടർ. അപ്പോൾ ഈ 4 സെക്ടറുകളിൽ സംതിങ് കുക്കിംഗ്. മെറ്റൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെറ്റലിൻ്റെ മ്യൂച്വൽ ഫണ്ട്, ETF കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. ചിലപ്പോൾ ഈ 4 സെക്ടർ കയറി പോയേക്കാം, ചിലപ്പോൾ അത് 3 കയറി പോയേക്കാം, 2 കയറി പോയേക്കാം, 1 കയറി പോയേക്കാം, ഒന്നും കയറി പോയില്ല എന്ന് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ കയറി പോകുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. താഴേക്ക് വരുന്നത് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. കയറി പോകുന്നത് വീണ്ടും പിരമിഡിങ് പോലെ ആഡ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുക. താഴേക്ക് വരുന്നത് അവിടെ നിർത്തുക. കാരണം ഇതെല്ലാം തീമാറ്റിക് ആയതുകൊണ്ട് താഴേക്ക് വന്നാൽ നല്ല രീതിയിൽ താഴേക്ക് വരാം, മുകളിലേക്ക് പോയാൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാം. സോ മുകളിലേക്ക് പോകുന്നതിൽ നമ്മൾ വീണ്ടും അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. താഴേക്ക് വരുന്നത് എന്ത് ചെയ്യുക, നമ്മൾ വേറെ ചെയ്യാതിരിക്കുക. താഴേക്ക് വരുമ്പം മേടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സി ക്യാപ്പ് പോലെയുള്ള ഫണ്ടുകൾ, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ, ഇതൊക്കെ പരിഗണിക്കാം. പിന്നെ വേറെ ഒരു കാര്യം നേരത്തെ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടെയും പറയാം. ഇന്ത്യൻ മാർക്കറ്റ് അത്ര സുഖകരമായിട്ടല്ല പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ. എന്നാൽ ഇന്ത്യയിൽ തന്നെ ചില ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ HDFC ഫ്ലെക്സി ക്യാപ്പ്, BSE എൻഹാൻസ്ഡ് വാല്യൂ ഇൻഡെക്സ് ഫണ്ട്, അന്ന് ചാർട്ട് നോക്കി അറിയാൻ പറ്റും. നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്.
പിന്നെ ICICI Prudential മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. മൾട്ടി അസറ്റ് അലോക്കേഷൻസ് മിക്കതും തന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം ഗോൾഡും സിൽവറും ഒക്കെ നല്ല രീതിയിൽ കയറിയതുകൊണ്ട് ആ ഒരു കയറ്റം ഇനി പ്രതീക്ഷിക്കേണ്ട. മുകളിലേക്ക് കയറാം, പക്ഷേ പാനിക്കായിട്ട് ആ സെല്ലിങ് കുറഞ്ഞു കേട്ടോ. ഏതാണ്ട് അത് നല്ലൊരു ഹൈയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഹൈ പോയിട്ട് അവിടുന്ന് നല്ല ശതമാനം താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു 2-3 വർഷത്തെ ഇതെടുത്ത് നോക്കി അത്യാവശ്യം ഹൈയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. SIP കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇൻ്റർനാഷണൽ ഫണ്ട് കൂടി പരിഗണിക്കണം. നിങ്ങളൊന്ന് ഗൂഗിളടിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഇൻ്റർനാഷണൽ ഫണ്ടുകൾ. അപ്പോൾ ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് അത്ര ഇഷ്ടമൊന്നുമല്ല. കാരണം പൈസ പുറത്തേക്കാണ് പോകുന്നത്, പുറത്തെ കമ്പനികളിലേക്കാണ് പോകുന്നത്. ഇന്ത്യ പെർഫോം ചെയ്യട്ടെ, അപ്പോൾ ഇന്ത്യൻ കമ്പനികളിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോഴും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചുരുക്കം ഫണ്ടുകളുണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്, ബന്ധൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഒന്ന് നോക്കിക്കുക. SIP ഒക്കെ ചെയ്യുന്നവർക്കും അല്ലെ 1 ഇയർ റിട്ടേൺ ഒക്കെ നോക്കുമ്പോൾ നല്ല റിട്ടേൺ അതിൽ. SIP 1 ടൈം ഒക്കെ ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് പ്രശ്നമുള്ളൂ. അപ്പോൾ ലാർജ് ക്യാപ്പിലേക്ക് നമുക്ക് അങ്ങനെ പോകാം. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ശോകമാണ്, ഒരു രക്ഷയില്ല. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും തൽക്കാലം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ കമ്പനികൾ നല്ല റിസൾട്ട് കൊണ്ടുവന്നേ പറ്റൂ. നല്ല റിസൾട്ട് കൊണ്ടുവരാതെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ അട്രാക്റ്റ് ആവില്ല, FIIs ഇങ്ങോട്ട് വരില്ല. കുറച്ച് നാളായിട്ട് ഈ പറയുന്ന 1.5 വർഷമായിട്ട് നമ്മുടെ കമ്പനികൾ നല്ല റിസൾട്ട് കൊണ്ടുവരുന്നില്ല. ചുരുക്കം അവിടെ ഇവിടെയൊക്കെ ഓരോ കമ്പനികൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. മൊത്തത്തിൽ നിഫ്റ്റി 50 കമ്പനികൾ കൊണ്ടുവരണം, നിഫ്റ്റി 500 കമ്പനികൾ കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ എസ്പെഷ്യലി ആ നിഫ്റ്റി 100 ഒക്കെ ഇല്ലേ, അതിലൊക്കെയുള്ള ആ വലിയ കമ്പനികൾ റിസൾട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് മോശമായതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഉയരാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല നല്ല ഫോറിൻ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഈ ഒരു പ്രശ്നം ഞാൻ നോക്കിയിട്ട് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. സൗത്ത് കൊറിയയിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ചൈനയിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ചൈനയിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ സ്റ്റേജ് കഴിഞ്ഞാണ് ചൈന വന്നിരിക്കുന്നത്. ചൈനയിലെ മാർക്കറ്റ് 2-3 വർഷം പെർഫോം ചെയ്യാത്ത അവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. ബ്രസീൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതമാണ്. കാരണം നല്ല രീതിയിൽ ഇത് മുകളിലേക്ക് കയറി പോയായിരുന്നു, എന്നിട്ട് മുകളിൽ നിൽക്കുകയാണ്. ഇപ്പം മുകളിൽ നിൽക്കുകയാണ്, കുറച്ച് താഴേക്ക് വരും, വീണ്ടും പുള്ളി ചാടി കയറി പോകും. ഭയങ്കര ഗ്രോത്ത് കുറച്ച് മാസങ്ങളായിട്ട് അമേരിക്കൻ മാർക്കറ്റ് ഇല്ല. അതിന് കാരണം അറിയാലോ. അപ്പോഴും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ഉണ്ട്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. സോ അത് പരിഗണിക്കുക. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവർക്കും നല്ല ഹോൾഡിംഗ് ഉണ്ടാവും, എനിക്കും ഉണ്ട്. നമ്മളവിടെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ മിഡ് ക്യാപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഞാനും കഴിഞ്ഞ കൊല്ലമൊക്കെ ചെയ്ത മിഡ് ക്യാപ്പ് ലോസിലാണ്. പക്ഷേ അത് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ SIP രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ലോസ് ഉണ്ടാവില്ല, അല്ലെ വളരെ ചെറിയ ലോസ് ഉണ്ടാവും. അതാണ് SIPയുടെ മാജിക്ക്. എന്നാണോ നമ്മുടെ കമ്പനികൾ നല്ല റിസൾട്ട് കാഴ്ചവെക്കുന്നത് അന്ന് നമ്മുടെ മാർക്കറ്റ് കുതിക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. GST കട്ടിങ് എല്ലാം കണ്ടതാണല്ലോ. അതൊക്കെ ഭാവിയിലാണ് അതിൻ്റെയൊക്കെ ഇത് വരിക. അതൊക്കെ പ്രോഫിറ്റായിട്ട് കമ്പനികളിലേക്ക് വരിക ഫ്യൂച്ചറിലായിരിക്കും. അല്ലാതെ GST കട്ട് ചെയ്തു അടുത്ത മാസം തൊട്ട് അല്ലെ അടുത്ത ആഴ്ച തൊട്ട് വരണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. വേറെ ഒരെണ്ണം, ഡിഫറൻറ്റ് ഫണ്ട് യൂസ് ചെയ്തതിന് പകരം മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് യൂസ് ചെയ്താൽ പോരെ, അതിൽ ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ്, സിൽവർ, റിയൽ എസ്റ്റേറ്റ് എല്ലാം കവർ ആകില്ലേ? മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് ഇപ്പം ലൈം ലൈറ്റിൽ വരാൻ കാരണം ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും റാലിയാണ്. ഈ റാലി ആ സ്പീഡിൽ ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ്. മെല്ലെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ പണ്ട് കിട്ടിയിട്ടുള്ള ആ റിട്ടേൺ, അതായത് നമ്മളിപ്പോൾ അടിച്ചു നോക്കുമ്പം ചിലപ്പോൾ 1 വർഷത്തെ റിട്ടേൺ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 12 മാസം കിട്ടിയിട്ടുള്ള റിട്ടേൺ ആണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു റിട്ടേൺ ഇനി ഫ്യൂച്ചറിലേക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. എന്നാൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് മോശമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതിന് അർത്ഥമില്ല. നല്ല ഫണ്ടുകൾ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലാണ്. ഞാനിവിടെ ടെസ്റ്റ് എഴുതി വിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. തീർച്ചയായിട്ടും മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതേപോലെ റിട്ടേൺ തന്നിട്ടുള്ളതാണ് ഈ ഗോൾഡും സിൽവറും, ഇല്ലാഞ്ഞിട്ട് HDFC ഫ്ലെക്സി ക്യാപ്പ് അല്ലേ. അപ്പോൾ അതിൽ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് മാത്രം ആവരുത്. കാരണം കഴിഞ്ഞ റിട്ടേൺ നോക്കിയിട്ടാണ് ആളുകൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ അത്രയും ഒരു റിട്ടേൺ ഇനി കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ SIP മോഡൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ ഫണ്ടുകൾ പരിഗണിക്കുക കേട്ടോ. ഫോറിൻ ഫണ്ടുകളിൽ ചിലപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. SIP ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകും. ഞാൻ ഏതോ ഒരു ഫണ്ട് നോക്കിയപ്പോൾ 2 ലക്ഷം രൂപ മാത്രം ഒരു ഇൻഡിവിജ്വലിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കണ്ടു. ഫണ്ടിൻ്റെ പേര് മറന്നുപോയി. അങ്ങനെ നോക്കിയപ്പോൾ കണ്ടാണ്. അന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ഓർത്തിരുന്നില്ല. അതേപോലെ വീണ്ടും അടുത്തത് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് ഫുൾ ഡൗൺ ആണ്. യെസ്, IT സെക്ടർ ഡൗൺ ആയതുകൊണ്ടാണ്. 4 ഇയേഴ്സായി SIP ചെയ്യുന്നു. ഇപ്പോൾ പ്രോഫിറ്റ്
പ്രോഫിറ്റൊക്കെ പോയി, ഇൻവെസ്റ്റ് എമൗണ്ടിൽ എത്തി, ഹോൾഡ് ചെയ്യണോ സെൽ ചെയ്യണോ, പ്രോഫിറ്റ് പോയി, 4 വർഷത്തെ ഗ്രോത്ത് പോയി എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ടാറ്റയുടെ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് എന്ന് പറയുന്ന ഒരു തീമാറ്റിക് ഫണ്ടാണ്. തീമാറ്റിക് ഫണ്ടുകളിൽ അധികം അലോക്കേഷൻസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരമായിട്ട് വാല്യൂ ഫണ്ട്സ് ഉണ്ട്, മൊമെൻ്റം ഫണ്ട്സ് ഉണ്ട്. മൊമെൻ്റം ഫണ്ട്സ് ഇപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, വാല്യൂ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, മൾട്ടി അസറ്റ് അലോക്കേഷൻസ്, നേരത്തെ പറഞ്ഞിട്ടുള്ള മൾട്ടി അസറ്റ് അലോക്കേഷൻസ് ഉണ്ട്, ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, അത് കുറച്ച് റിസ്ക് കുറഞ്ഞ ഫണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഫണ്ടുണ്ട്. ലോകത്തിലെ നല്ല ടോപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫണ്ടുകൾ പരിഗണിക്കുക. അത് കോമൺ ആയിട്ടുള്ള ഫണ്ട്, ഒരു തീമിനെ ബേസ് ചെയ്തിട്ടല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെറ്റൽ ആണെങ്കിലും അതൊരു തീമാറ്റിക്കാണ്. ഓട്ടോമൊബൈൽ സെക്ടർ പെർഫോം ചെയ്യുന്ന കാണുന്നുണ്ട്, അതൊരു തീമാറ്റിക്കാണ്. അതായത് ഈ തീമാറ്റിക് എന്ന് പറയുന്നത് എന്നും പെർഫോം ചെയ്യില്ല, അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് പെർഫോം ചെയ്യും, പിന്നീട് അത് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിഫൻസ് കണ്ടില്ലേ, ഇപ്പോൾ ഡിഫൻസ് സെക്ടർ, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീമുകൾ, ഇപ്പോൾ എനർജി സെക്ടറൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിൽ SIP ചെയ്യുന്ന ഒരു 3 വർഷമായിട്ട് പെർഫോമൻസ് ഇല്ലാത്ത സെക്ടറാണ് ഈ IT സെക്ടർ. അതിൻ്റെ ചാർട്ട് നോക്കി അറിയാം, സിമ്പിളായിട്ട് നമ്മൾ ITBs നോക്കി അറിയാലോ. ഈ കാണുന്നതാണ് ITBസിൻ്റെ ചാർട്ട്. ഇതൊരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ETF ആണ്. ഇതിപ്പോൾ എത്ര വർഷത്തെ, 2021 ജനുവരി മുതലുള്ള ചാർട്ടാണ്. അവിടുന്ന് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോയി ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. അതായത് 2021 ജനുവരി, ഇതിപ്പോൾ 2026 ജനുവരിയായി. ഈ ഫണ്ട് എങ്ങോട്ടേലും മൂവ് ചെയ്തിട്ടുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് മൂവ് ചെയ്യുമോ എന്നുള്ളത് IT സെക്ടറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ സാധ്യത കുറവാണ്. ഒരു റീഫോം പീരീഡിലാണ് ഈ കമ്പനികളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഫേസിലാണ് ഈ കമ്പനികളൊക്കെ. ബെറ്റർ അവോയ്ഡ് ചെയ്യുകയാണ്. കാരണം ഇതിൽ റിട്ടേൺ കിട്ടിയതിനെ നിഫ്റ്റി 50യിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ നിഫ്റ്റി 50 ലാസ്റ്റ് 1.5 വർഷമായിട്ട് പെർഫോം ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതേപോലത്തെ തീമാറ്റിക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നോർമലി നമ്മൾ മറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേണെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള തീമാറ്റിക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ആ റിട്ടേൺ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിർത്തുക, കുറേയൊക്കെ ഹോൾഡ് ചെയ്ത് നോക്കാം. രക്ഷയില്ലെങ്കിൽ മെല്ലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. കാരണം മറ്റ് പോക്കറ്റുകളിരിക്കുകയാണ്, മറ്റ് റോഡുകളിരിക്കുകയാണ്, മറ്റ് ഓപ്പർച്യൂണിറ്റികളിരിക്കുകയാണ്, നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഈ പൈസ അങ്ങോട്ടിട്ടാൽ നമുക്ക് റിട്ടേൺ കിട്ടും, കൂടുതൽ റിട്ടേൺ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ തീമാറ്റിക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ല, മെറ്റൽ, എനർജി, ഹോസ്പിറ്റൽ, അതായത് ഫാർമ, പിന്നെ ഓട്ടോമൊബൈൽ സെക്ടർ, അതൊക്കെ കുറച്ച് പെർഫോം ചെയ്തു കേട്ടോ. മെറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റലിൻ്റെ ഒരു IPO അല്ലല്ലോ, NFO വന്നതിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധ്യതയുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. അത് കിട്ടുന്നില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് പിന്നീട് നോക്കിയിട്ട് തീരുമാനിക്കുക. ഇമ്മീഡിയറ്റ് വിൽക്കണ്ട, നമുക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ ലോക്കിംഗ് പീരീഡ് ഉണ്ടാകും, ലോക്കിംഗ് പീരീഡ് അല്ല, എക്സിറ്റ് ലോഡ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം വിൽപ്പനയെ പറ്റി ചിന്തിക്കുക. അതേസമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുക. ഇപ്പോൾ ഈ പറയുന്ന മൾട്ടി അസറ്റ് അലോക്കേഷൻ, ഫ്ലെക്സി ക്യാപ്പ്, ഇതൊന്നും പ്രത്യേക തീമിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കറക്റ്റ് ആ കമൻറ്റ് തന്നെ വലിച്ചു നീട്ടാതെ പറഞ്ഞുകൂടെ സാർ എന്ന് പറഞ്ഞു. എനിക്കും ശരിയാണ്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കുറച്ചുള്ള ചെയ്യാം, അതാകുമ്പോൾ പിന്നെ അധികം കാര്യങ്ങൾ പറയണ്ടല്ലോ. ശരിക്കും അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കും എളുപ്പം. പിന്നെ ഇവിടെ നല്ല IPO റിവ്യൂ ചെയ്യാൻ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. IPO റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്ര IPOകൾ സക്സസ് ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നോക്കുക. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന മേഖലയുടെ വീഡിയോ ചെയ്തിട്ടല്ലേ എനിക്കും അല്ലെങ്കിൽ അത് കാണുന്നവർക്കും കാര്യമുള്ളൂ. പ്രത്യേകിച്ചും കാണുന്നവർക്ക് ഒരു പ്രയോജനം വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് IPO റിവ്യൂ. ഇപ്പം നല്ല IPO ആണ് എന്ന് വിചാരിച്ചോ, നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടുമോ? എനിക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ കുറേ IPO അപ്ലൈ ചെയ്തു. എനിക്ക് 1-2 കിട്ടി, ലിസ്റ്റിംഗ് ഗെയിനും കിട്ടി, ഒന്നിനും പെട്ടുപോയിട്ടില്ല, ലിസ്റ്റിംഗ് ഗെയിനും കിട്ടി, വിൽക്കാനും പറ്റി. പക്ഷേ ഒരുപാട് സാധനങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഈ IPOയിലേക്ക് കയറുക. ആകെപ്പാടെ കിട്ടുന്ന ഒരു ലോട്ടായിരിക്കും. അത് ലിസ്റ്റിംഗ് ഗെയിം കിട്ടും. ലിസ്റ്റിംഗ് ഗെയിം കിട്ടുമ്പോൾ എത്രയാണ്, 50% അല്ലെങ്കിൽ ഒരു 25-30% ലിസ്റ്റിംഗ് ഗെയിം കിട്ടിയാൽ പോലും നമുക്കൊരു 4000-5000 രൂപയായിരിക്കും കിട്ടുക ഒരു ലോട്ടിൽ നിന്ന്. കഴിഞ്ഞു ഒരു വർഷം ഇങ്ങനത്തെ 1-2 കിട്ടിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ടാണ് ഞാനിപ്പോൾ IPOയുടെ വീഡിയോ ചെയ്യാത്തത്. പിന്നെ ഈ ലിസ്റ്റിംഗ് ഗെയിം കിട്ടിയതിന് ശേഷം ഈ സാധനം എല്ലാം തലയും കുത്തി താഴേക്കും പോകും. അപ്പോൾ അത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടാലും വേറെ ആരെങ്കിലും പെടും. അതുകൊണ്ടാണ് ഈ IPOയുടെ ചെയ്യാത്തത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതിൽ സക്സസ് ഉള്ള, അതായത് ലിസ്റ്റിംഗ് ഗെയിനൊക്കെ ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള IPOs നമ്പർ വളരെ വളരെ കുറവാണ്, വളരെ കുറവാണ്. മിക്കവരും എന്തോ ഒരു ട്രേഡിങ് എന്തോ ഒരു സംഭവമായിട്ടാണ് ഈ IPO ഇത് ചെയ്യുന്നത്. ലിസ്റ്റിംഗ് ഗെയിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. കിട്ടുമ്പോൾ വിറ്റ് മാറുന്നു, ഇല്ലാത്തവർ പെടുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് കേട്ടോ.
പിന്നെ ഈ മൾട്ടി ബാഗർ സ്റ്റോക്ക്, അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. നോക്കാം. മാഷ് പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം മാഷ്. ഓക്കെ, തീർച്ചയായിട്ടും. അതൊക്കെയാണല്ലോ നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. 5 lakhs ഇട്ടാൽ മെച്ചം ഉണ്ടാകുമോ? ഓക്കെ, SWPD ആണ്. നമുക്കുള്ളതല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 5 lakhs ഉള്ളെങ്കിൽ അദ്ദേഹം ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ 10 lakhs ഉള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 15 lakhs ഉള്ളവർ അങ്ങനെ ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ളത് നല്ല നല്ല കൗണ്ടറിൽ ഇടുക, എന്നാൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇൻഫ്ലേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പണം തന്നെ കാർന്ന് നിന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണല്ലോ. 5 വർഷം മുമ്പത്തെ അത് ചിന്തിച്ചാൽ മതി. വിലയും കാര്യങ്ങളൊക്കെ, ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ നമ്മുടെ പൈസനെ തിന്നണം. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ വളരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ പൈസ പാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. നമ്മുടെ ഹാർഡ് ഏൺ മണിയല്ലേ. അപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലംസം ഒക്കെ ഉണ്ടെങ്കിൽ STP പോലെയുള്ള മെത്തേഡുകൾ നോക്കുക. അതായത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ, അത്ര റിസ്ക് ഇല്ലാത്ത ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുന്ന് ഡെയിലി ബേസിലോ മന്ത്ലി ബേസിലോ വീക്കിലിയിലോ ഒക്കെ STP പോലെ നല്ല ഗ്രോത്തുള്ള ഫണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ കാണിച്ച് നമ്മുടെ പൈസയുടെ വാല്യൂ അത് കുറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അത് കുറയും. അപ്പോൾ ആ കുറയുന്നതിനെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ, അല്ലെങ്കിൽ കുറയുന്ന അത്രയ്ക്കുള്ള റിട്ടേൺ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സ്വിച്ച് ചെയ്യുമ്പോൾ ടാക്സ് പോകും, പിന്നെ മാറ്റി കളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിന് ഞാനെന്താ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പോകുന്ന ടാക്സിനേക്കാൾ ലാഭം സ്വിച്ചിങ് കൊണ്ട് ലഭിക്കുമെങ്കിൽ സ്വിച്ചിങ് നല്ലതാണ്. കേട്ടിട്ടില്ലേ കാർ നല്ലതാണെന്ന്? റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ബിസിനസ്സുകാർ ലോണിൽ വാഹനങ്ങൾ മേടിക്കാറില്ലേ? റെഡി ക്യാഷ് ഉണ്ടെങ്കിലും ബിസിനസ്സുകാർ ലോൺ എടുത്ത് വാഹനങ്ങൾ മേടിക്കാറില്ലേ? എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് അതിന് കാര്യമുണ്ട്. അപ്പോൾ ടാക്സ് പോകും എന്ന് കരുതിയിട്ട് സ്വിച്ച് ചെയ്യാതിരിക്കുന്നത് ബുദ്ധിപരമാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇപ്പോൾ IT ഫണ്ടിൻ്റെ കാര്യം മുകളിൽ പറഞ്ഞു. IT ഫണ്ട് താഴേക്ക് പോകാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ ഫണ്ടിൽ നിന്ന് പൈസ മാറ്റിയിട്ട് ഒരു മൾട്ടി അസറ്റ് അലോക്കേഷനിൽ ഇട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ താഴേക്ക് പോകുന്ന ആ സാധനം നിൽക്കുകയും ചെയ്യും. മൾട്ടി അസറ്റ് അലോക്കേഷനിൽ നല്ല പൈസയും കിട്ടും. സ്വിച്ച് ചെയ്താൽ അങ്ങനെ ലഭിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ICICI പ്രുഡൻഷ്യലിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടല്ല, ടെക്നോളജി ഫണ്ട്. ഓക്കെ, അത് IT ഫണ്ടാണ്. അപ്പോൾ ആ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ആ താഴേക്ക് പോകുന്ന, അല്ലെങ്കിൽ അതിലൊരു ഗ്രോത്തും ഇല്ല, അതിൽ നിന്ന് സ്വിച്ചോ അല്ലെങ്കിൽ STPയോ ചെയ്തിട്ട് ICICI മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിലേക്ക് പൈസ ഇട്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തേരം ലാഭം കിട്ടിയേനെ. ടാക്സ് പോകുന്ന ആൾക്കാർ നോക്കുന്നുള്ളൂ. ലാഭം കിട്ടിയാലേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഈ ലാഭം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത് സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ ഇതിന് ടാക്സ് കൊടുക്കുന്നത്? അപ്പോൾ ചുമ്മാ എന്തെങ്കിലും പറയുകയാണ്. പിന്നെ നമ്മളൊരു ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു ഡെറ്റ് ഫണ്ടിലോ ഇട്ടിട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുന്നത് അല്ലാതെ ചെയ്യാം STP ഒക്കെ ചെയ്യുന്നത്. ഈ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് എന്ത് ലാഭം കിട്ടിയിട്ട് പോകാനാണ്? ലാഭത്തിൻ്റെ ഇത്രയാണ് ടാക്സ്. ലാഭത്തിൻ്റെയാണ്, മൊത്തം മുതലിൻ്റെ അല്ല. പിന്നെ ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ട് സ്വിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് സ്വിച്ച് ചെയ്യേണ്ട, അതിന് ടാക്സും പോവില്ല. പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ സ്വിച്ച് ചെയ്യുന്നത്. പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ലാഭം ഇല്ലാത്തതുകൊണ്ടാണല്ലോ സ്വിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉള്ള ലാഭം കുറയുന്നതുകൊണ്ടാണല്ലോ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് പോകുമെന്നും പറഞ്ഞിട്ട്, ഇപ്പോൾ ടാക്സ് 10 രൂപ പോകുമായിരിക്കും, നിങ്ങൾക്ക് 50,000 രൂപ അവിടെ ലാഭമുണ്ട്. ടാക്സ് 2,000 3,000 പോകുമെന്ന് വിചാരിച്ചു, അല്ല 5,000 7,000 പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും പോയാലും ബാക്കി നിങ്ങൾക്ക് ഈ പറയുന്ന 42 43 44,000 രൂപ ലാഭമായിട്ട് കിട്ടും. അത് സ്വിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ അത് കിട്ടും അല്ലേ. പിന്നെ സ്വിച്ച് ചെയ്ത് കഴിയുമ്പം സ്വിച്ച് ചെയ്യുന്ന ആ ഫണ്ട് നമ്മളൊന്നും നോക്കാതെയല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് വളരുന്നുണ്ടാകും. അത് വളർന്നില്ലെന്ന് വിചാരിച്ചു, എന്നാലും കുഴപ്പമില്ല, ഈ പൈസ ഇവിടെ കിട്ടും. മറ്റേത് വളരുന്നുണ്ടെങ്കിൽ അതും കിട്ടും. അപ്പോൾ അതിൻ്റെ ഇത്രയും ടാക്സ് താഴേക്ക് പോകും. പക്ഷേ ടാക്സ് പോകുമല്ലോ എന്ന് കരുതിയിട്ട് സ്വിച്ച് ചെയ്യാതിരുന്നിട്ട് ഈ 50,000 രൂപ ലോസിലേക്ക് പോയിട്ട് 50,000 രൂപ ലാഭവും പോയി, പിന്നെ അത് ലോസിലേക്കും പോകുന്ന കണ്ടിരിക്കുന്നതാണോ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ? അതോ അത് സ്വിച്ച് ചെയ്യുന്നതാണോ? കറക്റ്റ് സമയത്ത് രക്ഷയില്ലെങ്കിൽ സ്വിച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അവിടെ ടാക്സ് പോകുമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ടാക്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇതാണ്. അങ്ങനെയാകുമ്പോൾ ഈ അംബാനിയൊക്കെ ലാഭം ഉണ്ടാക്കണ്ടല്ലോ. ലാഭം ഉണ്ടാക്കിയാലേ അവർ ടാക്സ് കൊടുക്കണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയല്ലേ അവർ ടാക്സ് കൊടുക്കുന്നത്. PR സുന്ദർ ട്രേഡ് ചെയ്തിട്ട് എത്ര രൂപയാണ് ടാക്സ് കൊടുക്കുന്നത്? പുള്ളിക്ക് ട്രേഡ് ചെയ്താൽ വെറുതെ ഇരുന്നാൽ അതിൻ്റെ ടാക്സ് പോകും. അതായത് കോടിക്കണക്കിന് രൂപയാണ് ടാക്സ് കൊടുക്കുന്നത്. സിനിമാ നടന്മാർ സിനിമ അഭിനയിക്കേണ്ട, അവരും കോടിക്കണക്കിന് രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ടാക്സ് കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് അവരത് ചെയ്യാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ടാക്സ് കൊടുക്കണം, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ കച്ചവടം ചെയ്യുന്നില്ല, ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കിയ ടാക്സ് കൊടുക്കണം, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണോ ഒരു ബുദ്ധിമാനായിട്ടുള്ള ആൾ ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ ബാലിശമായിട്ടുള്ള ഇതാട്ടോ. പിന്നെ ഞാൻ പറയും അത് മണ്ടത്തരവും കൂടിയാണെന്ന് പറയും. പിന്നെ ഇതും കൂടി എടുത്തു കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനുണ്ട്, അതും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 10 ലക്ഷം ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇട്ടാൽ 10 ലക്ഷത്തിന് ടാക്സ് കൊടുക്കണോ, അതോ ഇൻട്രസ്റ്റിന് മാത്രം ടാക്സ് കൊടുത്താൽ മതിയോ? ഇൻട്രസ്റ്റിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി കേട്ടോ. അതാരോ ഇത് ഇട്ടിട്ടുണ്ട്.
റിപ്ലൈ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതും കൂടി നമുക്കെടുക്കാം. SIP ചെയ്യാതെ മാർക്കറ്റ് ഇടിയുമ്പോൾ മാത്രം നിശ്ചിത തുക ഇടുന്നത് നല്ലതാണോ? ഇതൊരു ക്വസ്റ്റ്യനാണ്. പലരും വിചാരിക്കും ഇത് വളരെ നല്ലതാണെന്ന്. SIP ചെയ്യാതെ മാർക്കറ്റ് ഇടിയുമ്പോൾ മാത്രം നിശ്ചിത തുക ഇടുന്നത് നല്ലതാണോ എന്നുള്ളത് പലരും വിചാരിക്കും. അങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്താ ആ മാർക്കറ്റ് സംഭവിക്കുക? അത് സിക്സാഗ് കളിക്കുകയാണ്. അതായത് ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ഇങ്ങനെ വന്നാൽ മാത്രമേ ഇദ്ദേഹം പറഞ്ഞ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധിക്കും. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ അത് മുകളിലേക്ക് പോകുന്നു, നമ്മളൊന്നും ചെയ്യുന്നില്ല. വീണ്ടും താഴേക്ക് വരും, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതിനപ്പോൾ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. വീണ്ടും മുകളിലേക്ക് പോകും, നമ്മളൊന്നും ചെയ്യുന്നില്ല. വീണ്ടും താഴേക്ക് വരും, വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴും ആദ്യമോ രണ്ടാമതോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. ആ ഗ്രോത്ത് കാണുന്നത് മുകളിലേക്ക് പോകുമ്പോഴാണ് കാണുന്നത്. പക്ഷേ പിന്നെ ഇത് താഴേക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഗ്രോത്ത് നഷ്ടപ്പെടുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ IT കണ്ടില്ലേ, ഇത് തന്നെ സാധനം. മുകളിലേക്ക് പോകും, താഴേക്ക് വരും, മുകളിലേക്ക് പോകുന്നു, ഇവിടെ താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, പിന്നെ മുകളിലേക്ക് കുറച്ച് മുകളിലേക്ക്, പിന്നെ താഴേക്ക്. ഇതിൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ എങ്ങനെയുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കാര്യം? മുകളിലേക്ക് പോയി ചെറിയ രീതിയിൽ താഴേക്ക് വന്നോട്ടെ, പിന്നെ മുകളിലേക്ക് പോയി ചെറിയ രീതിയിൽ താഴേക്ക് വരുന്ന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. അങ്ങനെ ഒരു മാർക്കറ്റിൽ ഇദ്ദേഹം പറയുന്ന ഈ മെത്തേഡ് നടക്കുമോ? നടക്കില്ല. കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, അദ്ദേഹം വിചാരിക്കും താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അത് താഴേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് വരുന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിക്കും താഴേക്ക് വരുമ്പോൾ ഞാൻ ഇതിലും താഴെ കണ്ടാണ്, ഇതിലും താഴെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. അത് വീണ്ടും വലിയ താഴേക്ക് വരുന്നില്ല, കുറച്ചെങ്ങാനും താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ കൺസെപ്റ്റ് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗ്രോത്ത് ഉണ്ടാവില്ല. 2, അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. ആദ്യം എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, പിന്നെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റ് എന്താണ് ചെയ്യാൻ നല്ലത്? SIP ആണ് നല്ലത്. കാരണം മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് അത് ചിലപ്പോൾ കുറച്ച് താഴേക്ക് വരുന്നുണ്ടാകും, വീണ്ടും മുകളിലേക്ക് പോകുന്നു, കുറച്ച് താഴേക്ക് വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇതിൽ നമുക്ക് SIP തന്നെയാണ് ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചും ഏത് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അനുസരിച്ചും ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലെങ്തി ആണെന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ വഴക്ക് പറയും. എനിക്ക് ഇവിടെ കുറച്ച് ഇതിനെല്ലാം ആൻസർ തരണമെന്ന് തോന്നിയത് ടൈപ്പ് ചെയ്തിട്ടാൽ കറക്റ്റായിട്ട് അത് കൺവേ ആവില്ല. നമ്മൾ വോയിസിൽ തന്നെ പറയണം, എന്നാലാണ് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ചിന്തിച്ച് തീരുമാനം എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. പിന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ പല ഫണ്ടുകളുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. കുറേ എണ്ണം ഞാൻ മനഃപൂർവ്വം പറയാതെ ഇരുന്നിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനായിട്ട് എടുക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ഒന്നെങ്കിലും നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ആളുകളുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഫണ്ടുകളുടെ പേര് പറയാറുള്ളത്. എന്നാലും ചിലതിൻ്റെ ഒന്നും പേര് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പേര് പറഞ്ഞു എന്നുള്ളൂ. ഒരിക്കലും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ല.